ഹലോ, ഇത് കനകകുന്തളം മാട്രിമോണിയല്ലേ? അതെ, കനകകുന്തളം മാട്രിമോണിയലാണ്. പറഞ്ഞോളൂ. ഞങ്ങൾ ഇന്നലെ 1500 ഉറുപ്പ്യ തന്നിട്ട് പേര് രജിസ്റ്റർ ചെയ്തതാ. ഇന്ന് കുറച്ച് ഫോട്ടോ അയച്ചു തരാന്ന് പറഞ്ഞിരിക്കേന്. അതെ അതെ അതെ, ഞാൻ നിങ്ങളെ മോന്റെ ഫോട്ടോ കുറച്ച് സുന്ദരി കുട്ടിയൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അതിൽ നിങ്ങളെ മോനെ ഇഷ്ടപ്പെട്ട 1-2-3 സുന്ദരി കുട്ടികളുണ്ട്. ഞാൻ അവരുടെ ഫോട്ടോ നിങ്ങളെ വാട്സാപ്പിൽ അയക്കാം. നിങ്ങൾ നോക്കിയിട്ട് പറ കേട്ടോ. ശരിയാ, ശരി. അല്ലമ്മേ, ആ 1500 ഉറുപ്പ്യം പോയാ? ഇല്ലടാ, നിനക്ക് പറ്റിയ സുന്ദരിമാരെ ഫോട്ടോ ഇപ്പം വാട്സാപ്പിൽ അയച്ചിരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണ് കിട്ടാൻ എന്ത് കഷ്ടപ്പെടാ അല്ലമ്മേ. വാട്സാപ്പിൽ സുന്ദരിമാരുടെ ഫോട്ടോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ, നിങ്ങൾ അയച്ചല്ലേ ആദ്യത്തെ ഫോട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ അവരെ കൊണ്ട് നിങ്ങളെ വിളിപ്പിക്കാം. ഓലെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇവര് 2 പെൺമക്കളാ. അതിൽ ഇളയ കുട്ടിയാ ഇത്. മൂത്തതിന്റെ കല്യാണം കഴിഞ്ഞതാണോ? അതെ. ഇവക്ക് അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ? കൂടുതൽ വിവരങ്ങൾ നൽകണമെങ്കിൽ 1500 ഉറുപ്പ്യ ഗൂഗിൾ പേ ചെയ്യണം കേട്ടോ. ഞാൻ അയക്കാം, എന്നിട്ട് വിളിക്കാം. എടാ സുജീഷേ, ഇനി 1500 ഉറുപ്പ്യം കൂടി വിളിക്ക് അയച്ചു കൊടുക്ക്. ഹലോ, എന്നാ പിന്നെ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കമ്മീഷൻ ഉണ്ടല്ലോ 1 ലക്ഷം, അതിലൊരു 25,000 ഉറുപ്പ്യ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്യണം. 25,000 ഉറുപ്പ്യ എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റൂല. അത് നിങ്ങൾ നേരിട്ട് വന്നിട്ട് എന്റെ മൂത്ത മോനും എല്ലാം ചെക്കനിലും കൂടാ ഓലോട് സംസാരിച്ചിട്ട് ഓല് വരും. അതെയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് നിങ്ങളെ വീട്ടിൽ വന്നോളാം. അഡ്രസ് ഇവിടെ ഉണ്ടല്ലോ. അതാ നല്ലത്. അത് നേരിട്ട് നാളെ തന്നെ വന്നോ. ബാക്കി 75,000 ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണേ തരൂ. അതങ്ങനെ തന്നെ. എന്നാ ശരി, നാളെ തന്നെ വന്നോളൂ. കനകകുന്തളം മാട്രിമോണിന്റെ ആളല്ലേ? അതെ, ഞാൻ ചെക്കൻ്റെ ഏട്ടനാണേ. കമല എന്ന് പറഞ്ഞ ആള് ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ. ഞാൻ കണ്ടതല്ലേ, ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർക്കല്ല നിങ്ങളോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയണമെന്ന് ഒരേ നിർബന്ധം. അതുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. പൊതുവെ ഞങ്ങളിങ്ങനെ നേരിട്ട് വരുത്ത് കുറവാണ്. പൈസ ഒക്കെ ഗൂഗിൾ പേ ചെയ്യിക്കാറാ. അങ്ങനെ. ദിശമോളെ വാ. ഇവരെവിടെയോ നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. ഇത് എന്റെ ദുബായിലുള്ള 2ാമത്തെ മോന്റെ ഭാര്യ. ഇവക്ക് 3 കുട്ടികളുണ്ട്. ഇവക്കും വേണം നല്ലൊരു ചെക്കനാ. അപ്പൊ നിങ്ങളെ ദുബായിലുള്ള 2ാമത്തെ മോൻ എന്ത് പറ്റി? ഓനക്ക് ദുബായിലല്ലേ, ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ. എനക്ക് 3 ആമക്കളാ. അതിലൊരുത്തനാ ദുബായില്, ബാക്കി 2 ആളാ ഇവര്. അതിലിവനെയാ പെണ്ണു നോക്കുന്നത്. പക്ഷെ ഇവർക്ക് ഇതിനെ പിന്നെ ചെക്കനെ നോക്കുന്നത്? അത് തന്നെയാ എനക്കും അറിയേണ്ടത്. നിങ്ങൾ ഇന്നലെ എന്റെ ഇളയ മോന് വേണ്ടിട്ട് 3 ഫോട്ടോ അയച്ചിട്ടില്ലേ? അതിലൊരു ഫോട്ടോ ഇവളതാ. വാട്സാപ്പിൽ സുന്ദരിമാരുടെ ഫോട്ടോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എടാ, ഞാനത് 2 കൊല്ലം മുമ്പ് ഫേസ്ബുക്കിലിട്ട ഫോട്ടോ. അത് നീ എടുത്ത് രേഷ്മ എന്ന് പേര് വിട്ട് നാട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുന്ന കല്യാണം ആലോചിക്കാൻ വേണ്ടിട്ട്. എടാ, നീ ചെറ്റത്തരം കാണിക്കുന്നോ? എനിക്ക് 3 കുട്ടികളും ഒരു ഭർത്താവും ഉണ്ട്. എടാ, നീ ഒരുമാതിരി പന്നത്തരം കാണിക്കരുത്. നീ 1500 അങ്ങനെ 3000 ഉറുപ്പ്യ എന്നെ പറ്റിച്ച്. മതി, നിങ്ങൾ അകത്ത് പോയിക്കോ. ബാക്കി കാര്യങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം. അടിക്കണ്ടടാ, എന്റെ 3000 ഉറുപ്പ്യ മാറ്റുന്നാ മതി.
വിട്ടേടാ.